ഡിയേഴ്സ്, വെൽക്കം ടു കീൻസ് കൗണ്ടർ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നാടൻ ഡിഷിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നമ്മുടെ പയ്യോളിക്കാരുടെ സ്വന്തം റെസിപ്പി ആയിട്ടുള്ള പയ്യോളി ചിക്കൻ്റെ റെസിപ്പിയുമായിട്ട്. അപ്പോൾ ഇത് വളരെ ടേസ്റ്റിലും എളുപ്പത്തിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു ഡിഷാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടണേ. അപ്പോൾ നിങ്ങൾക്ക് തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കാണാം. ആ ബെല്ലൈക്കനോട് ഒന്ന് പ്രസ് ചെയ്താൽ ഓൾ എന്നൊരു ഓപ്ഷനിലും കൂടി ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കാണാം. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് കടക്കാം. ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഞാനിതിലേക്ക് ഒരു 15 സാദാ വറ്റൽമുളകും ഒരു 15 കാശ്മീരി വറ്റൽമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി മുളകൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രഷർ കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഒരു വിസിലൊക്കെ അടിഞ്ഞാൽ മതി. അപ്പോൾ നമ്മുടെ മുളകൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി ഈ മുളകൊന്ന് ചൂടാറട്ടെ, നമുക്കിതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നമുക്കിതൊന്ന് ഫസ്റ്റ് മാരിനേഷൻ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ വിനീഗറാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലപോലെ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഒരു 30 മിനിറ്റൊക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ മതിയാവും. അപ്പോൾ നമുക്കിതൊന്ന് മാറ്റി വെക്കാം. നമ്മുടെ മുളകൊക്കെ ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഇതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള വെള്ളത്തിൽ നിന്ന് 1 ടീസ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഗ്രൈൻഡ് ചെയ്ത മുളകിൽ നിന്നും 1 ടീസ്പൂൺ മുളക് നമുക്ക് മാറ്റി വെക്കാം. ഇത് ആവശ്യമുണ്ട്. ഇനി നമ്മുടെ ചിക്കൻ ഒന്ന് സെക്കൻഡ് മാരിനേഷൻ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുള്ള മുളകൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കൈ വെച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതിലേക്കുള്ള മസാല ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ കൈവച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് പ്രത്യേകം മസാല ഒന്നും ചേർക്കുന്നില്ല. ചിക്കൻ മസാലയിൽ ആവശ്യത്തിനുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും അടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതൊരു 2 മണിക്കൂറെങ്കിലും ചുരുങ്ങിയത് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ 1 മണിക്കൂറായാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മുളകിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അപ്പോൾ അതിലേക്ക് ഞാനിവിടെ 1 കൈപ്പിടിയിലധികം കറിവേപ്പിലയും പിന്നെ ഒരു 5-6 കൈപ്പിടി തേങ്ങ ചിരവിയതും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 4-5 പച്ചമുളക് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പയ്യോളി ചിക്കനിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഈ തേങ്ങയാണ്. അപ്പോൾ നമുക്കിതൊന്ന് കൈ വെച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പയ്യോളി ചിക്കനിലെ ഹൈലൈറ്റ് ആയിട്ടുള്ളത്, ഈ തേങ്ങ ചേർക്കുന്നതാണ്. അപ്പോൾ നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ലോണം വെളിച്ചെണ്ണ വേണം, ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ നല്ലപോലെ ചൂടായി വരുമ്പോൾ നമുക്ക് ചിക്കൻ്റെ ഓരോ പീസസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നല്ലപോലെ ഫ്രൈ ആയി വരുന്നുണ്ട്. അപ്പോൾ ഒരു സൈഡ് നല്ലപോലെ ഫ്രൈ ആയി വന്നാൽ അടുത്ത സൈഡും തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ചിക്കനൊക്കെ നല്ലപോലെ ഫ്രൈ ആക്കി എടുക്കണം, കരിഞ്ഞൊന്നും പോവരുത്. അപ്പോൾ ഏകദേശം 1/4 വേവിലധികം ആയാൽ തന്നെ നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ നേരത്തെ തേങ്ങയിൽ നിന്നും പകുതി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ബാച്ച് ആയിട്ടാണ് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയം നമുക്ക് ഫ്ലെയിം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ തേങ്ങ കരിഞ്ഞു പോകും. നമ്മുടെ തേങ്ങ നല്ലപോലെ ക്രിസ്പി ആയി കിട്ടണം, എന്നാൽ കരിഞ്ഞു പോകാനും പാടില്ല. അപ്പോൾ നമ്മുടെ പയ്യോളി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. എന്നിട്ട് അടുത്ത ബാച്ചും കൂടി ഫ്രൈ ചെയ്തെടുക്കാം ഇതേപോലെ തന്നെ. അപ്പോൾ നമ്മുടെ പയ്യോളി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്സ് ഒക്കെ കമൻസിലൂടെ അറിയിക്കണം. ഈ ഒരു റെസിപ്പി ചപ്പാത്തിക്കും പൊറാട്ടയ്ക്കൊക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. പിന്നെ എനിക്ക് ഏറ്റവും ഇത് കൂട്ടി കഴിക്കാൻ ഇഷ്ടം പുട്ടിൻ്റെ കൂടെയാണ്. പുട്ടിൻ്റെ കൂടെ സൂപ്പറായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത ബാച്ചും കൂടി ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം.
അപ്പോൾ ഇന്നത്തെ പയ്യോളി ചിക്കൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. വീണ്ടും നല്ല നല്ല വീഡിയോസുമായിട്ട് കാണാം. അപ്പോൾ അതുവരേക്കും ബൈ. താങ്ക് യു.